മഹാനരായ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു അന്ന് വലിയ വലിയ സാഹിരീങ്ങളാ വന്നത്. നേരിടാൻ പലരും പരാജയപ്പെട്ട് ഈ ഉസ്താദ് എഴുതി വെക്കുന്നത് കാണാം. അതിന്റെ അവസാനം ഏറ്റവും വലിയ സാഹിറായ ചങ്ങാതി തന്നെ വന്നു, നേരിട്ട് വന്നു ഖാജാ തങ്ങളോട് പറഞ്ഞു, ഞാൻ ഇവിടെ വലിയ മാരണം ചെയ്യാൻ പോവാൻ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പണിയിൽ എല്ലാം നിശ്ചലമാകും. അതുകൊണ്ട് തന്നെ ഇൻ കുൻത തുരീദുൽ ഹയാ ഉഖ്റുജ് മിൻ ബിലാദിനാ. വലിയ മാരണക്കാരനായി അന്നത്തെ വലിയ സാഹിർ വന്ന് ഖാജാ തങ്ങളെ വെല്ലുവിളിച്ചു പറഞ്ഞു, ജീവിതത്തിൽ കൊതിയുണ്ടെങ്കിൽ മാറിപ്പോയിക്കോളൂ, വഇല്ലാ അഅമൽ അഅമാലൻ ലാ തബ്ഖാ ഹയാതുക ബഅദഹാ. ഞാൻ ഈ പണി അങ്ങോട്ട് ചെയ്താൽ നിങ്ങൾ ഉണ്ടാവൂല. ഖാജാ തങ്ങളോട് ഖാജാ തങ്ങൾ പറഞ്ഞു, ഫലിമ തന്തദിർ, എന്തിനാണോ പിന്നെ നോക്കിയിരിക്കണ്, യഅമൽ, ചെയ്യണോ എന്റെ പണി. ഇതാ ഞങ്ങളെ മശായിഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുല്ലുഹും മജ്മഊൻ ചേർന്ന് ഞങ്ങളങ്ങ് ഇല്ലായ്മ ചെയ്യുന്നല്ലേ, ചെയ്യ്. ഞങ്ങളുടെ ഫലം ആത്മബലമാണ്. ആ ആത്മബലത്തെ മറികടക്കാൻ ആർക്ക് കഴിയും? യഅമൽ, ചെയ്യ്. ഫംതലഅ ജൈഫാൽ ഗൈളൻ. ജൈഫാൽ എന്ന് പറയുന്ന ആള് ദേഷ്യത്താൽ ഇങ്ങ് നിറഞ്ഞ് ബസത ഫിൽ ഹവാഇ ജിൽദ ഹയവാൻ. ഒരു മൃഗത്തിന്റെ തോല് അന്തരീക്ഷത്തിൽ വിരിച്ചു എന്നാണ്. അപ്പൊ ആളെ സിഹ്റിന്റെ ഊക്കത്ര അന്തരീക്ഷത്തിൽ വിരിക്കുക. അതിലേക്കൾ ചാടിക്കയറി. അയാളിങ്ങനെ ഉയരാൻ തുടങ്ങി. ചങ്ങായി ഇനി എല്ലാം കൂടി ആകാശത്തേക്കാള പോണ്ട്. ഇനിയിപ്പൊ എന്താ ആകുക? ആളുകളൊക്കെ നോക്കി മറന്ന് അത്രയും മുന്നോട്ട് പോയി. ഇനിയിപ്പോ ഹലാക്കാക്കാൻ പോവാണ്. വലിയ സംഭവം. വിമാനം എന്നല്ലല്ലോ, ഒരു തോലിങ്ങനെ ഇരുത്തിയിട്ട്. ഇത് ആളുകളെ കൺകെട്ടാണ്, ഒറിജിനൽ അല്ല, സിഹ്റാണ്. ഖാജാ തങ്ങൾ എന്താ ചെയ്തത്? ഇതൊക്കെ നേരിടാൻ എന്തിനാ കൂടുതൽ പണി? ഖാജാ തങ്ങളെ ചെരുപ്പുണ്ട് അവിടെ. ചെരുപ്പിനോട് പറഞ്ഞു, പേരോടിനെ അല്ല, ജയ്ഫാലിനെ വേണ്ടതുപോലെ അങ്ങോട്ട് കൈകാര്യം ചെയ്തേക്ക്, വേണ്ടതുപോലെ കൈകാര്യം ചെയ്തേക്ക്. എങ്ങനെ? അങ്ങനെ കൊടുത്തേക്ക്. ആ ചെരുപ്പ് ഹവയിലൂടെ അന്തരീക്ഷത്തിലൂടെ ഉയർന്നു. വലിയ സാഹിറായ ജയ്ഫാലിന്റെ തലക്കൊരടിയങ്ങ് കൊടുത്തു. ഭൂമിയിലേക്ക് തള്ളിയിട്ടു. രാജാവിന്റെ അപ്പുറത്ത്, രാജാവിന്റെ ആളാ സാഹിർ. എല്ലാരും ഇങ്ങനെ നോക്കുക. അവർ റുഅസ, നേതാക്കളുണ്ട്, എല്ലാരുണ്ട്. ഇയാള് വീണ് കിടക്കുക. വീണിങ്ങനെ കിടക്കുമ്പോ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി, റഹ്മത്തിന്റെ കേന്ദ്രം, അർസല ഇലൈഹി ബിഇനാഇൻ മിമ്മാ, ഒരു വെള്ളപ്പാത്രം കൊടുത്തേക്കാണ്, കുടിച്ചോ. ഫലമ്മാ ശരിബ മിൻ ദാലിക്കൽ മാ, വെള്ളം കുടിച്ചതേ ഓർമ്മയുള്ളൂ. എഴുന്നേറ്റു, ഓടി വന്നു, ഖാജാ തങ്ങളുടെ കാലിൽ വീണു. തായിബൻ അദിമാ, കരഞ്ഞു, തൗബ ചെയ്തു. വവഖഅ സാജിദാ, സുജൂദിൽ വീണു. വതശഹദ വഅസ്ലം, ഖാജാ തങ്ങളുടെ ആളായി, മുസ്ലിമായി. മഹാനരായ ഖാജാ തങ്ങൾ ഫവളഅ അശ്ശൈഖു യദഹുൽ മുബാറക അലാ റഅസി, തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് വസമ്മാഹു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എന്ന് പേര് വെച്ചു. ഉടനെ ഒരു ഓഫർ, സൽമാ തശാ തുഅത ബിമശീഅതി മൻ യശാ. ഉടനെ ഓഫർ, എന്തു വേണമെങ്കിലും ചോദിക്കാം, ഞാൻ തരാം. ചോദ്യം എന്തുമാകാം. മൂപ്പരു അത്യാവശ്യം ഉഷാറുള്ള ആളാ. ഇന്നി ഉരീദു മർത്തബത്തൻ ആലിയത്തൻ മിൻ മറാത്തിബിൽ ഖുദ്സിയ്യ, എനിക്ക് വലിയ സ്ഥാനം വേണം, അള്ളാന്റെ അടുത്ത് ഉന്നത സ്ഥാനം വേണം. മഹാനരായ ശൈഖ് അവറുകൾ ഫനളറ ഇലൈഹി നളറാ, ഒറ്റ നോട്ടം, ഒരു സെക്കൻഡ് വരെ ഈ പ്രസ്ഥാനത്തിൽ ഇല്ല, എല്ലാ അർത്ഥത്തിലും ശത്രു. ഇത് കൈപിടിച്ചൊരു നോട്ടമാണ്. അതാ വമഅഹു ശൈഖ് റളിയല്ലാഹു അൻ ഇലാ ആലമിൽ മലകൂത് വശാഹദ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്. പിന്നെ മൂപ്പര് ആലമുൽ മലകൂത്ത് ഒക്കെ കാണില്ലേ,
ഇതുവരെ ഒരു കാതും കേൾക്കാത്തത് കണ്ണും കാണാത്തത് വലിയ വലിയ മർത്തബകളിലേക്ക് ഇറക്കുകയാണ്. എവിടെ എത്തിയെന്നൊന്നും മൂപ്പർക്കറിയില്ല. പിന്നെ കണ്ണ് പൂട്ടാൻ പറഞ്ഞു, തുറക്കാൻ പറഞ്ഞു. ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. പിന്നെ മൂപ്പരോട് പറഞ്ഞു, ഈ ജയ്ഫാൽ അറിഞ്ഞാൾ അബ്ദുള്ള നായതാ, എനിക്ക് ഒരാശയം കൂടിയുണ്ട് ശൈഖവറുകളെ, സുദീർഘമായ ആയുസ് വേണം, മരണം ഒന്ന് നീട്ടിക്കിട്ടണം, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അവസരം, നിങ്ങളെ ഖിദ്മത്ത് ചെയ്യാനാണ്. അതൊന്നും ഓൽക്കൊരു പണിയില്ല. തലയും അവിടുത്തെ ശരീരം ഒന്നും ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, അന്ത ഹയ്യുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഹയ്യാണ്. ഹയ്യാന്ന് പറഞ്ഞിടത്ത് പിന്നെ അസ്രായീൽ വരൂലട്ടോ. പേരോട് മാറ്റിയിട്ടുണ്ട്. പേരോട് അർത്ഥം വെച്ചാൽ എന്താ? മരിച്ചതിന്റെ ശേഷം നിങ്ങൾക്ക് ഖിദ്മത്തിന് അവസരം തരാം. അതാ അന്ത ഹയ്യുൻ ഇലാ യൗമിൽ ഖിയാമ പറഞ്ഞതാ. വലാകിൻ തകൂനു ഗായിബൻ അയ്യുനിൻ നാസ്, ഹജാതങ്ങൾ പറഞ്ഞു, മരണം വരെ നിങ്ങൾക്ക് ആയുസ് തന്നു, പക്ഷേ നിങ്ങൾക്ക് നേരത്തെ കണക്കാക്കിയ ഒരു ആയുസുണ്ട്. ആയുസ് ഞാൻ മാറ്റി ഖിയാമത്ത് നാൾ കിട്ടുകയാണ്. എത്ര പെട്ടെന്നാണ് ആ പോയിന്റ് മത്സ്യങ്ങോട്ട് ഇടുന്നത്. അപ്പൊ ആദ്യം കണക്കാക്കിയ അജല് വരെ നിങ്ങൾ ആളുകൾക്കിടയിൽ ജീവിക്കുക. അതിനുശേഷം അജ്മീർ തന്നെ നിങ്ങൾ ഉണ്ടാവും. പക്ഷെ ആളുകൾ പെട്ടെന്ന് നോക്കിയാൽ കാണൂല, കാണുന്നോലും നോക്കിയാൽ കാണും. പക്ഷെ വിളിച്ചാൽ ഉത്തരവും എപ്പോഴും റെഡിയാണ്. അതാണ് പിന്നെ പറഞ്ഞു, മസ്കനുഹുവൽ ജിബാലുൽ മുഹീത ബിഅജ്ദി. ഇത് എഴുതി വെച്ച ഇ.കെ. ഉസ്താദ് എത്ര ഉന്നതനാണ്. അജ്മീറിലെ മലയാണ് മൂപ്പരുടെ സ്ഥലം. യഹ്ദി മൻ യുനാദീഹി ബിസ്മില്ലാഹി അബ്ദുല്ലാഹി ബയാബാനി ഇദാ വല്ല അനി ത്വരീഖ്. മൂപ്പരെ വിളിച്ചാൽ മതി, വൈതെറ്റിയ മൂപ്പര് വഴി കാണിച്ചു തരും. വയുത്ഇമുൽ ജായി, വല്ലാതെ വശന്ന മൂപ്പരെ വിളിച്ചാൽ മതി, നല്ല ഭക്ഷണം കിട്ടും. വയർവിൽ അതുഷാൻ, ദാഹിച്ച് വിളിച്ചാൽ മൂപ്പര് വെള്ളം തരും. ഫി ത്വരീഖ് ഇലാ ജമീർ ദാത്തിൽ ഫളൽ വശറഫ് അൽ മുനീർ. അജ്മീറിലേക്കാണെങ്കിൽ പ്രത്യേകിച്ചും അത് എഴുതി വെച്ച മഹാനാണ് ഞങ്ങളുടെ നേതാവ് ശൈഖുന ശംസുൽ ഉലമ. ആ വഴിയിൽ ഇവരൊക്കെ ഏടെ ഇത് പറയാൻ ആരാ ഉള്ളത്?